അപൂർവ ഓർമ്മശക്തിയുള്ള ഒരു കോഴിക്കോട്ടുകാരനെ പരിചയപ്പെടാം. കേരളത്തിനകത്തും പുറത്തുമുള്ള ഏത് സ്ഥലത്തിന്റെയും പിൻകോഡ് സെക്കൻഡുകൾക്കുള്ളിൽ ഇദ്ദേഹം ഓർത്തു പറയും. അതുകൊണ്ട് തന്നെ പരിചയക്കാർക്കിടയിൽ പിൻകോഡ് പപ്പൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കോഴിക്കോട് ഈസ്റ്റ് ദേവഗിരി സ്വദേശിയാണ് ഒ പത്മനാഭൻ. 80-കാരനായ പപ്പേട്ടൻ അറിയാത്ത സ്ഥലങ്ങളോ പിൻകോഡോ ഒന്നുമില്ല കേട്ടോ. കേരളത്തിനകത്തും പുറത്തുള്ള ഏത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാലും അവിടുത്തെ പിൻകോഡ് വെറും ഞൊടിയിടയിൽ പപ്പേട്ടൻ ഓർത്ത് പറയും. പരിചയപ്പെടുന്നവരോട് പപ്പേട്ടൻ ആദ്യം ചോദിക്കുക സ്ഥലമാണ്. സ്ഥലപ്പേര് അറിഞ്ഞാൽ പിന്നെ അവിടുത്തെ പിൻകോഡ് ഇങ്ങോട്ട് പറയും. അതുകൊണ്ട് തന്നെ പരിചയക്കാർക്കിടയിൽ പിൻകോഡ് പപ്പൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്നതിനെ കൊണ്ട് അത് എപ്പോഴും. അത് മാത്രമല്ല, ഓഫീസിലൊരു റിട്ടയർഡ് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അയാളിവിടെ വന്നേരം ഹെഡ്സോട്ടറായി. ഹെഡ്സോട്ടർ എന്ന് നമ്മൾ കോളേജിൽ പ്രിൻസിപ്പൾ. അയാളവിടെ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം വർക്കും. അപ്പോൾ എന്നോട് ട്രെയിനിങ്ങിന് പോകുമ്പോൾ പറഞ്ഞ് പപ്പ നന്നായി പഠിക്കണം, എല്ലാം പഠിക്കണം, കൃത്യം എടുക്കണം. അപ്പോൾ അത് മാത്രം എൻ്റെ അച്ഛനും അങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ അത് കറക്റ്റാക്കി എടുക്കും. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എൻ്റെ ഈ പ്രായമുള്ളവരാരും ഈ കേരളത്തിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലില്ല. 30 വർഷത്തോളം റെയിൽവേ മെയിൽ സർവീസ് ജീവനക്കാരനായിരുന്നു നമ്മുടെ പപ്പേട്ടൻ. വിരമിച്ചിട്ട് 20 വർഷമായെങ്കിലും ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് എന്നും ഒരു തരിക്കുറവില്ല കേട്ടോ. ഈ ആത്മാർത്ഥത തന്നെയാണ് അച്ഛൻ്റെ ഓർമ്മശക്തിക്ക് പിന്നിലെന്നാണ് മകൾ ശ്രീകലാലക്ഷ്മി പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരുപക്ഷെ 5 മണിക്ക് ശേഷമുള്ള സമയം നമ്മുടെ ജോലിയും കാര്യങ്ങളും മറന്ന് തിരിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുന്നത്. പക്ഷേ എൻ്റെ അച്ഛന് ഈ ഒരു ജോലി അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ 80-ാമത്തെ വയസ്സിലും ആരോഗ്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയാനുള്ള ഒരു ഊർജ്ജം അച്ഛന് ലഭിക്കുന്നത്. പ്രായത്തിൻ്റെ അവശതകളുണ്ടെങ്കിലും പിൻകോഡുകൾ ഓർത്തെടുത്ത് പറയുന്ന കാര്യത്തിൽ പപ്പേട്ടനെ വെല്ലാൻ ആരുമില്ല. പപ്പേട്ടൻ്റെ ഓർമ്മശക്തിക്ക് നിത്യയൗവനമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.